ഇത് ആരുടെ കയ്യാ? ഇവിടെ സൈനുണ്ട്, ആരുടെയാന്ന് എനിക്കറിയില്ല. പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ടോർച്ച് ടവറിലാണ്. രാത്രിയായി പോയി. ടോർച്ച് ടവർ എന്ന് പറയുന്ന ഇതില് ബിൽഡിങ്ങിൽ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ പ്രീമിയം ഹോട്ടലാണ്. കണ്ടോ കിടക്കുന്ന കാറൊക്കെ കണ്ടോ? എല്ലാരും കുറെ വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെ ഫോട്ടോസിലും എല്ലാത്തിലും കണ്ടിട്ടുണ്ടാവും ഈ ഹോട്ടല്. ആ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നില്ല ഈ ഹോട്ടൽ. ഇതിന്റെ വെളിയിൽ സ്വിമ്മിംഗ് പൂൾ ആണ് കേട്ടോ. എത്രാമത്തെ ഫ്ലോറില് അറിയത്തില്ല, മൊത്തം 52 ഫ്ലോർസ് എന്തോ ഉണ്ട്. എന്തായാലും ഇതൊരു രസമുള്ള സംഭവം, നമുക്ക് കാണാം. കേറുവാണ്. കയറി വരുമ്പോ തന്നെ എൻട്രൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു തൂണും എല്ലാം ഉണ്ടാക്കി പൊല്ലിങ്ങനെ കണ്ടു കേട്ടോ. ഭയങ്കര രസമാണ്. ഇത് സ്പേഷ്യസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇത് 52 നില മേലിലേക്ക് പോകാണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്നത് മറ്റൊരു 21st ഫ്ലോറിൽ ഇവിടെ ഒരു കഫേ ഉണ്ട്. ജസ്റ്റ് ഒരു കോഫി കുടിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. കഫേ ഉണ്ട്. കൺഫ്യൂസിംഗ് ആണ്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള 360 ഡിഗ്രി കറങ്ങുന്ന റെസ്റ്റോറന്റ് ഉള്ളത്. അവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ബുക്കിംഗ് എടുക്കാതെ നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല ആക്ച്വലി. അത് 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാകത്തില്ല. നമ്മൾ ഓരോരുത്തരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡിസ്ക് കണക്ക് നടുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്ക് കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ 360 ഓരോ സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറി വരും. നല്ല രസമാണ്, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഓൾറെഡി അത് പോയിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. 300 ഫുഡിന് വേണ്ടിയിട്ടാവും. അപ്പൊ അതിപ്പോ എന്തായാലും സ്പെൻഡ് ചെയ്യുന്നില്ല. വേൾഡ് ലക്ഷറി ഹോട്ടൽ അവാർഡ്സ് 2015 2016 കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പഴയ അവാർഡ്സ് ആണല്ലോ. ലിഫ്റ്റിന്റെ സ്പീഡ് നോക്കണേ. കിട്ടില്ലല്ലേ? പെട്ടെന്ന് ചെവിയൊക്കെ അടച്ചു. എന്ത് രസമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലിഫ്റ്റ് കയറി നമ്പർ 21st ഫ്ലോറിലേക്ക് പോവാം. ഇതെന്ത് കൺസ്ട്രക്ഷൻ അല്ലേ? നമ്മൾ ഈ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഫ്ലാറ്റ് കയറുമ്പോഴത്തേക്കുള്ള നേരെ വന്ന് ലിഫ്റ്റ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റേ അല്ല. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയാ, നോക്കിയാ ഇങ്ങനെ ഇവിടെ ഫുള്ള് അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുക. നമുക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തൂണോ ഒന്നും കാണുന്നില്ല, അങ്ങോട്ടും കാണുന്നില്ല. സമ്മതിക്കണം കേട്ടോ. ഫുട്ബോളിനെ കുറിച്ച് അറിയുന്നവർക്കറിയില്ല. ഇവിടെ നോക്കിയാൽ ഇങ്ങനെ കിടക്കും. നമുക്ക് ഇതില് 4 ലിഫ്റ്റ് ഉണ്ട്. എല്ലാം 21st ഫ്ലോറിലേക്ക് കയറിയില്ല. നോക്കണ്ട, ഒന്നും ആലോചിക്കണം. ഇതിലില്ല 21st ഇല്ലേ? ഇല്ല. എത്രയുണ്ട് പിന്നെ? 16 ഇറങ്ങിയിട്ട് പോകാൻ പറ്റുമെങ്കിലും. ഓക്കെ, 16 പോയി നോക്കാം. ഏവക്കുട്ടിക്ക് ചെവി അടയ്ക്കുവോ? ഇത് താഴോട്ടാ പോകുന്നേ. ആ ലിഫ്റ്റ് പോകത്തില്ല. അടുത്ത ലിഫ്റ്റ് പോകത്തില്ലെങ്കിൽ അത് പറഞ്ഞാ പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ടുവിടണം. അടുത്ത ലിഫ്റ്റ് വന്നിട്ടുണ്ട്. This one will go to 21. Yeah. Thank you. ഇതെടുക്കണ്ടേ? എടുത്തോണം. Welcome to the hotel. Thank you. You want to one floor, you can please. 21. Okay. Thank you. അയ്യോ, ലിഫ്റ്റിന്റെ സ്പീഡ് കണ്ടോ? ഏതൊക്കെ പേടിക്കണ്ട. എന്റെ അമ്മ, ഏതൊക്കെ ഉണന്നോ? അവള് കിളി പോയിട്ടിരിക്കും. അപ്പൊ ചെവി അടയ്ക്കോ? അവളുടെ 7, 8 ബാക്കിൽ 4 ചെയ്ത് ഇത് എക്സ്പീരിയൻസ് തന്നെ അല്ലേ? ചെവി അടച്ചന്റെ ഭാവിക്ക് ചെവി അടയ്ക്കുന്നത്. വേറെ എണീറ്റ് പയ്യ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഫ്ലൈറ്റ് കയറിയ പോലെ ഉണ്ടല്ലോ. ഏതാ? നമുക്ക് ആക്ച്വലി ടോർച്ച് ടവറിൽ ഏറ്റവും മേലിൽ പോയിട്ട് വന്നാലോ? എന്നിട്ട് ഇത് 21 വരെ പോകുള്ളൂ. 52 നമുക്ക് പോവാം. ചെവി അടച്ചു.
ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കാഴ്ച. അതാണ് ഇവിടെ ഇരിപ്പുണ്ടേ. ഏത് എണീറ്റിരിക്കുകയാണ്. ഇതെവിടാ ബാക്കിൽ നോക്കി. തിരിയോക്ക് വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയത്തിലെ ഒരു സ്റ്റേഡിയമാണ്. സ്റ്റേഡിയത്തിന്റെ പേരെനിക്ക് പറഞ്ഞിട്ടില്ല. 2022 എന്ന് എഴുതിയിരിക്കുന്ന ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിരിക്കും. അത് യൂഷ്വലി അത് മുകളില് ലൈറ്റ് ഉണ്ട്, പക്ഷെ മുമ്പ് താഴ്ന്ന ലൈറ്റ് ഉണ്ട്. ഇതിപ്പോ നോക്കണേ, ഈ താഴെ കൂടെ പോകുന്ന വണ്ടികളൊക്കെ കണ്ടോ, ഭയങ്കര ചെറുതായിട്ടല്ലേ പോകുന്നത്. ഇനി നമ്മൾ 52 ഫ്ലോറിൽ നിന്ന് ഇതിലും ചെറുതാവും. നമുക്ക് അവിടെ പോയിട്ട് വരാം. നമുക്ക് ഇന്നലെ നമ്മൾ വന്നേക്കുന്നത് ആക്ച്വലി കഫേലാണ്. നമുക്ക് നമ്മൾ ഈ കഫേലാണ് വന്നേക്കുന്നത്. നല്ല രസമുണ്ടല്ലേ? റിസർവേഷൻ ആവശ്യമുണ്ട്. No. Nishant. Hi. Mobile number 3067 38. Okay. നല്ലൊരു സീറ്റ് ചൂസ് ചെയ്യാം. ഇരിക്കാനല്ലല്ലോ, ഒരു 10 മിനിറ്റ് ഇരിക്കാനല്ല. നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മൾ പുറത്തത് കാണാമല്ലോ. എവിടെ? ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാന്ന്. ഓക്കെ അല്ലേ? ഏറ്റവും കോർണറിലുള്ള ഒരു സീറ്റ് ചൂസ് ചെയ്തേ. പക്ഷെ താഴെ കാറുകൾ ഇടയ്ക്കുന്നുണ്ട്. ഗെയിമിലൊക്കെ എന്താ ചെറിയ സാധനം അടിച്ചു പറക്കിട്ടേക്ക് വണ്ടികൾ പോകുന്നുണ്ടോ? ഇത് ജസ്റ്റ് 21st ഫ്ലോർ ആയതേ ഉള്ളൂ. 52 വരെ ഉണ്ട്. 52 വരെ ഉണ്ട്. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ടോ? സെയിം ആണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ. കൊള്ളാവോ? വേദാ ഇവിടെ ഇരുന്നോ? സൂപ്പർ ബാക്ക്ഗ്രൗണ്ട്. സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. മെയിൻ പുള്ളിക്കാരൻ കണ്ടോ വന്നിട്ട് വെയിറ്റ് ചെയ്യാൻ. സ്വിമ്മിംഗ് പൂൾ കണ്ടോ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. മെനു എക്സ്പെൻസീവ് ആണോന്ന് ചോദിച്ചാൽ ഇത്രയും നല്ല ആംബിയൻസിനും ഇതിനും കാണിക്കുന്ന അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ല. ഈ സാധനം ചിക്കൻ കരാഗെ എന്ന് പറഞ്ഞ സാധനം 38 റിയാലാണുള്ളത്. അത് നമ്മൾ പറഞ്ഞു ഒരു ചീസ് പേസ്ട്രിയും പറഞ്ഞു, അത് 50 റിയാലാണ്. ഇതാണ് മെനു. അപ്ലൈ ഞാൻ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യാം. ഇനി ഇവർക്ക് എന്താ പ്രൊമോഷനൊക്കെ നടക്കുന്നുണ്ട്. എന്താ സോഡയുടെ ഒക്കെ എന്താ 35 റിയാലാണത്. നമ്മൾ ജസ്റ്റ് സ്നാക്സ് ആയിട്ടൊരു കോഫി കുടിക്കാന്നുള്ള രീതിയിലാണ് വന്നത്. ഒരുപാട് ഡിന്നർ ഒന്നും ഇവിടുന്ന് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. വെരി എക്സ്പെൻസീവ്. ഫസ്റ്റ് ടൈം ആണ്. പക്ഷേ ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആണ്, വലിയ ക്രൗഡ് ഇല്ല. പിന്നെ ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖത്തറിന്റെ ഓൾമോസ്റ്റ് ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് ആണ്. അതെ അതെ, എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ഏറ്റവും ഹൈറ്റ് ഖത്തറിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന ടോപ്പ് ടവർ ഭയങ്കര ഫേമസ് ആണ്. മറ്റേ ദുബായിലെ ബുർജ് ഖലീഫ ഒക്കെ കണക്ക്. പക്ഷെ അത്രയൊന്നും ഇല്ല. ബുർജ് ഖലീഫ എനിക്ക് ഇതിന്റെ ഡബിൾ ട്രിപ്പിൾ ഒക്കെ ഉണ്ട്. ഇത് ഇവിടെ ഖത്തറിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും എവിടെ നിന്ന് നോക്കിയാലും നമ്മൾ എപ്പോഴും കാറിൽ പോയാലും ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കാണാൻ പറ്റും. ഇവിടെ പിന്നെ ഈ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, അതെല്ലാം പ്ലാസ്റ്റിക് ആണ്. പക്ഷേ കുട്ടി ആദ്യമായിട്ടാണ് 52 നില മേലിലൊക്കെ കയറി നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? ലോകം വളരെ ചെറുതാണ്. സാധനം കാറാണ്. നോക്ക്, ഇഷ്ടാവുന്നുണ്ടോ? ഹായ് പറയുന്ന ആലോചിക്കാണ് പറയുന്നത്. ഇതിലൊക്കെ ഒന്ന് പറയാനുള്ളത്. ഇങ്ങനെ നോക്കിയിരിക്കുക. ഇത്രയും ഉയരങ്ങളിൽ താങ്കൾ എത്തിച്ചേർന്നത് താങ്കൾക്ക് എന്താണ് പറയാൻ? പുറകിൽ എന്നെ വിളിച്ചെടുത്തിട്ട് സാഡാണോ? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് വന്നിട്ടുണ്ട്. താങ്ക് യു. ഫുഡ് വന്നിട്ടുണ്ട്. ഓ, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പേസ്ട്രി. ഇതാണ് കേട്ടോ. അത് പേസ്ട്രിയാ? അല്ല, അത് ഡിപ്പ് ചെയ്യാനുള്ള സോസാ. അല്ലല്ല, ഇത് സ്വീറ്റ് ആയിട്ടുള്ള ഇതാണ്. നെട്ടിയൊക്കെ ഇരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇതിൽ ഇത്രയും നാളായി 4 വർഷമായി ഫോൺ യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഫ്ലാഷ് ഇട്ട് വീഡിയോ എടുക്കുന്നത്. നല്ല രസമുണ്ട്. ഇങ്ങനെ ആലോചിക്കുന്നു ഫുഡ് കൊണ്ട് ഇട്ടത്താണല്ലോ വെച്ചത് എങ്ങനെ എടുക്കുന്നു. അപ്പൊ നമ്മൾ ഇനി ഫുഡ് എൻജോയ് ചെയ്യട്ടെ. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി
കയറിയപ്പോൾ ഒറ്റ മനുഷ്യല്ലായിരുന്നു, ഇപ്പോൾ ഇത് ഫുള്ളായിരിക്കുകയാണ്. ചുമ്മാ പറഞ്ഞു ഞാൻ ഇവിടെ കുറച്ച് പ്രൈവസി ഉണ്ടെന്നൊക്കെ അല്ലേ. ഇപ്പോൾ തീർന്നിട്ട് ബെസ്റ്റ് ചീസ് കേക്ക് എന്ന് പറഞ്ഞാൽ പേസ്ട്രി എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. ഇതിന് വന്നപ്പോഴത്തേക്കും ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു വഴിക്ക് കൊള്ളത്തില്ലായിരുന്നു ഈ സാധനം അല്ലേ. പക്ഷേ ഇപ്പം കഴിച്ച് വന്നപ്പോഴത്തേക്ക് സാധനം അടിപൊളിയാണ്. വേദയ്ക്ക് വേണമെന്ന് തോന്നുന്നു. വേദയ്ക്ക് ഇപ്പോൾ കൊടുക്കാറായിട്ടില്ല. എന്താ സാധനമായാലും ഞാൻ ആദ്യം മെനുവിൽ കാണിക്കുന്നുണ്ട് പേര്, ഒന്ന് ട്രൈ ചെയ്യണം. ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ടേസ്റ്റ്, കൊള്ളാം സാധനം. നമ്മളിനി മേളിലേക്ക് പോകണം. 52nd ഫ്ലോറിലേക്ക് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റിലേക്ക് ഒന്ന് പോയിട്ട് വരാം, ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഫസ്റ്റ് ഫ്ലോറിൽ അഗൈൻ പോകണം. ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് അവിടെ നിന്ന് അടുത്ത ലിഫ്റ്റ് കയറിയാണ് മേളിലേക്ക് പോകാം. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അല്ല വേറെ ഇന്ന് തേഴ്സ്ഡേ ആയിട്ട് ഇവിടെ എല്ലാവരും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ വന്നപ്പോൾ ക്രൗഡഡ് അല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഫുള്ളായി അല്ലേ. പറയുമ്പോൾ നമ്മളിപ്പം ഫോണിന്റെ അടുത്തേക്ക് വരണ്ടേ, നമ്മളെ പുതിയ മൈക്ക് ഉണ്ട്. ഞാൻ അതായത് ഫോണിന്റെ അടുത്തേക്ക് സംസാരിച്ച് വരുന്നത്. അത് മാത്രമല്ല നമ്മൾ ഇനി സംസാരിക്കുന്നതേ ഭയങ്കര ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മണ്ടത്തരമൊക്കെ ആൾക്കാർ കേട്ടിട്ട് ചിരിയും ബഹളവും. ഇതിപ്പോ ഏതാ എല്ലാണോ ടീയാണോ M1 ആണോ ഏതിലാ പോവണ്ടേ? അത് തന്നെത്താനൊക്കെ പോയി പ്രസ് ചെയ്തോ. ഗ്രൗണ്ടിലേക്ക് പോകും. ഇപ്പത്തെ കാണിക്ക് ഞാൻ ആക്ച്വലി ഗ്രൗണ്ടിലേക്ക് എത്തുന്ന സീൻ സൂപ്പറാണ്. ബാക്ക്ഗ്രൗണ്ട് അല്ല. നമുക്കിതിന്റെ ലിഫ്റ്റിലല്ല, വേറൊരു ലിഫ്റ്റ് ഇവിടെ കണ്ടു. അതിൽ പോകാൻ പറ്റും നോക്കാം. പോയാ അത് പോയി. ഫുള്ള് ഗോൾഡൻ കളർ. ഇതിലുണ്ടോ നോക്ക്. 47 വരെ ഉണ്ട്. ഇത് ബസ്സൊക്കെ മാറി 360. 47 ഫ്ലോർ 17 തന്നെ നിൽക്കണം. എന്തൊരു സൗണ്ട് പറക്കുവാന്ന് തോന്നുന്നത്. 28. എന്റെ കർത്താവ് ശരിയാണ്. ഇതടി ഇടയ്ക്കുള്ള എന്ത് ഇത് ഇടയ്ക്കുള്ളത് പറന്നു തോന്നുന്നു. ശരി. അയ്യോ വാവയ്ക്കും പ്രശ്നം കാണും. ഏതാ ചിരിക്കുന്നത്. 36 നേരെ 47 ആയിരിക്കും. 10 നമ്പർ ദൈവം 36 ഡയറക്റ്റ് 47. ചെവി അടിച്ചു പോയി. ഏതാ ചെവി അടിച്ചു പോയോ? എന്റെ ചെവി പോയി. എന്റെ പോയി. ഏതൊക്കെ എന്തായാലും ബുദ്ധിമുട്ട്. 360 ബുക്കിംഗ് എടുക്കണം. ബുക്കിംഗ് എടുക്കാത്തതുകൊണ്ട് തന്നെ നോക്കാം. 360 ഡിഗ്രി സീനാണ് ഇത്. ഇവിടെ കിഡ്സ് അലൗഡ് അല്ല. ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ തീം ആയിരിക്കും ചിലപ്പോൾ. എല്ലാ ടേബിളിലും ഉണ്ടോ? ഇവിടുന്ന് കാർ തീരെ ചെറുതായിട്ടാണ്. പക്ഷെ ഇത് കറങ്ങുന്നില്ലല്ലോ. ഏതാ ഇത് കറങ്ങുന്നില്ലല്ലോ. ഈ ഡിസ്ക് കണക്ക് കിടക്കുന്ന സംഭവം കണ്ടോ? ഇത് കണ്ടോ? ഈ ഒരു പാർട്ടില്ലേ, ഈ സോഫയ്ക്ക് ഇരിക്കുന്ന ഈ ഒരു ഡിസ്ക്, ഇതാണ് കറങ്ങുന്നത്. ഇപ്പൊ ക്യാമറ ഇവിടെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കറങ്ങുന്ന കാണാൻ പറ്റും. നമ്മൾ ഇവിടെ വെക്കാന്ന് വെച്ചോ. ഇവിടെ 2022 ബിൽഡിങ്ങിന്റെ ഒരു സൈഡല്ലേ നമ്മൾ കണ്ടത്. പിന്നെ മേളിൽ നല്ല കാഴ്ച ഉണ്ട്. ഇപ്പൊ നീ അവിടെ നിന്ന് നോക്കിയപ്പോ മുകളിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വിസിബിൾ അല്ലായിരുന്നു. അയ്യോ റൗണ്ട് ബോട്ടൊക്കെ നോക്ക്. റൗണ്ട് ബോട്ടിൽ ഉറുമ്പ് പോണക്ക് കാറ് പോകും. ഫുൾ കത്തറും ഉണ്ടല്ലേ. ഇത് കോർണിഷ്. വേദക്കുട്ടി ബലൂണൊന്നും കുത്തിപ്പൊട്ടിയില്ല. വേദക്കുട്ടിക്ക് അങ്ങോട്ടൊരു ചായ കൊണ്ടുവരാം. എന്താണ് പോവോ? നമ്മള് ഇവിടുന്ന് പയ്യെ ഇറങ്ങുവാണ്. അപ്പൊ നമ്മള് ഈ ടോസ്റ്ററിൽ വെച്ച് തന്നെ ഈ വ്ലോഗ് എൻഡ് ചെയ്യുവാണ്. നമ്മള് പുതിയ മൈക്ക് മേടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ടെസ്റ്റിങ്ങിലൂടെയാണ് ഇന്ന് നടന്നത്. നമുക്ക് മൈക്ക് മേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ വ്ലോഗ് എടുക്കാൻ ഇരിക്കാൻ വയ്യ. ഓർമ്മ പിന്നെ നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അയ്യോ അത് കഴിക്കുന്നതാണ്. അങ്ങനെ വോയിസ് ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ തുടങ്ങിയപ്പോ പോലെ ആൾക്കാരുടെ പരാതിയാണ് മൈക്ക് മേടിക്കുന്നത്. മൈക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മളൊരു 135 റിയാലിന് ഒരു മൈക്ക് ഒരു ബ്രാൻഡ് കണ്ടു പുതിയതായിട്ട്. അർലനീസ് എന്ന് പറഞ്ഞൊരു സ്റ്റോറിൽ. അപ്പൊ അത് നമ്മളൊന്നും നോക്കിയില്ല. 2 എണ്ണം ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് വാങ്ങിച്ചു. അതിന്റെ ടെസ്റ്റിങ്ങിലൂടെയാണ് നമുക്കിപ്പോ ഇതിൽ കേൾക്കുന്ന ഓഡിയോ വെച്ചിട്ട് നമുക്കത് അറിയാൻ പറ്റും. കൊള്ളാവോ ഇല്ല അത് കളയേണ്ടി വരുമെന്ന് എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ഈ വ്ലോഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് വ്ലോഗിൽ കാണുമ്പോഴേക്കും ബൈ.